നമസ്കാരം. തിരക്കഥാകൃത്ത്, നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നിങ്ങനെ സിനിമയിലെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്നിരുന്ന മലയാളത്തിന്റെ ശ്രീനിവാസൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ശ്രീനിവാസന്റെ ഏതൊരു കഥാപാത്രത്തെയും നമുക്ക് ഏതാൾക്കൂട്ടത്തിലും തിരിച്ചറിയാനാവും. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ മികവും. മറ്റ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് ശ്രീനിവാസൻ സിനിമകൾക്കുള്ളത്. പ്രത്യേകിച്ചും അതിലെ പ്രധാന കഥാപാത്രം സാധാരണക്കാരനായിരിക്കും. സാധാരണക്കാരുടെ കഥയാണ് കൂടുതലും ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രയാസങ്ങളുടെ, പ്രശ്നങ്ങളുടെ, ജീവിത പ്രാരാബ്ദങ്ങളുടെ കഥ. ശ്രീനിവാസൻ എഴുതുന്ന തിരക്കഥയിൽ ഏറെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരിക്കും പലപ്പോഴും ശ്രീനിവാസൻ തിരഞ്ഞെടുക്കുന്നത്. അതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. തിരക്കഥാകൃത്ത് എന്ന നിലയിലും, അഭിനേതാവ് എന്ന നിലയിലും, സംവിധായകൻ എന്ന നിലയിലും, നിർമ്മാതാവ് എന്ന നിലയിലും കൃത്യമായ അടയാളപ്പെടുത്തൽ ശ്രീനിവാസൻ മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മലയാളി ഒരിക്കലും മറക്കാത്ത ഒട്ടനവധി കഥാപാത്രങ്ങൾ, അവർ പറഞ്ഞ ഗംഭീര ഡയലോഗുകൾ. ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ഒരു ശ്രീനിവാസൻ ഡയലോഗില്ലാത്ത ദിവസം ചുരുക്കമായിരിക്കും. അത്രയേറെ മലയാളിയുടെ നിത്യജീവിതവുമായി ശ്രീനിവാസൻ കഥാപാത്രങ്ങളും സിനിമകളും ചേർന്നു നിൽക്കുന്നുണ്ട്. അതുല്യ പ്രതിഭ ശ്രീനിവാസന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ശ്രീനിവാസന്റെ മികച്ച 10 സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ ചിത്രം 1986 ശ്രീനിവാസൻ തിരക്കഥ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച TP ബാലഗോപാലൻ MA. മോഹൻലാൽ ബാലഗോപാലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഇപ്പോഴും കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു മികച്ച സിനിമയാണ് TP ബാലഗോപാലൻ MA. തിയേറ്ററുകളിലും ചിത്രം മികച്ച വിജയം നേടി. രണ്ടാമത്തെ ചിത്രം മലയാളികളുടെ മനസ്സിലേക്ക് ദാസനെയും വിജയനെയും പ്രതിഷ്ഠിച്ച നാടോടിക്കാറ്റ്. 1987 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ചിത്രം. ഇപ്പോഴും വലിയൊരു ഫാൻ ബേസ് ഉള്ള സിനിമയാണ്. മികച്ച സിനിമാനുഭവം തരുന്ന ചിത്രം. ദാസന്റെയും വിജയന്റെയും ജീവിത പ്രാരാബ്ദങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ പറയുന്ന ചിത്രം മലയാളികൾ നെഞ്ചേറ്റിയ ചിത്രമാണ്. ചിത്രത്തിലെ ഡയലോഗുകൾ പലതും ഇപ്പോഴും എവർ ഗ്രീൻ ഹിറ്റാണ്. എന്താ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് തുടങ്ങിയ ഡയലോഗുകൾ ഇപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പറയുന്ന ഡയലോഗുകളാണ്. മൂന്നാമത്തെ ചിത്രം 1989 ശ്രീനിവാസൻ തിരക്കഥ എഴുതി ശ്രീനിവാസൻ തന്നെ ആദ്യമായി സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രം. ശ്രീനിവാസൻ തളത്തിൽ ദിനേശൻ എന്ന സംശയരോഗിയായ കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിലെത്തത്. ഇപ്പോഴും വലിയ സിനിമാ ചർച്ചകളും വായനകളും നടക്കുന്ന ഒരു സിനിമ കൂടിയാണ് വടക്കുനോക്കി യന്ത്രം. എവർഗ്രീൻ ആയിട്ട് ഇപ്പോഴും ആളുകൾ കാണുന്ന ഒരു സിനിമയാണ്. ശ്രീനിവാസന്റെ ആദ്യ സംവിധാന സംരംഭം ആ വർഷത്തെ മികച്ച സിനിമയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. നാലാമത്തെ ചിത്രം ശ്രീനിവാസന്റെ തന്നെ ലൈഫിൽ നിന്ന് റെഫറൻസുകൾ എടുത്തിട്ടുള്ള സിനിമയാണ് 1989 പുറത്തിറങ്ങിയ വരവേൽപ്പ്. മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം മികച്ച പ്രേക്ഷക പ്രശംസ നേടിയ സിനിമയാണ്. ഇപ്പോഴും അതിലെ കോമഡികളും ഡയലോഗുകളും ആളുകൾ നെഞ്ചേറ്റുന്നുണ്ട്. ഇപ്പോഴും കാണാവുന്ന ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു മികച്ച സിനിമയാണ് വരവേൽപ്പ്. ഈ ചിത്രം അദ്ദേഹത്തിന്റെ അച്ഛന്റെ റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് കൂടി അദ്ദേഹം ചെയ്ത സിനിമയാണ്. പ്രോപ്പർ ഫാമിലി പൊളിറ്റിക്കൽ സട്ടയർ സിനിമ കൂടിയാണ് വരവേൽപ്പ്. അഞ്ചാമത്തെ സിനിമ ഞാൻ ഈ ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ പോളിടെക്നിക്ക് പഠിച്ചതാ. ചിത്രം തലയണ മന്ത്രം. 1990 പുറത്തിറങ്ങി ശ്രീനിവാസൻ തിരക്കഥ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രം. വരവിനനുസരിച്ച് ചെലവ് ചെയ്യാതെ വരവിൽ കൂടുതൽ ചെലവ് ചെയ്ത് കടം വാങ്ങി വലിയ ബാധ്യതയിലേക്ക് പോകുന്ന കഥാനായികയെ നമുക്ക് കാണിച്ചു തന്ന സിനിമയാണ് തലയണ മന്ത്രം. ഇപ്പോഴും മിനി സ്ക്രീനിലൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാൻ പറ്റുന്ന, ചിരിച്ച് കാണാൻ പറ്റുന്ന, അവസാനം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ് തലയണ മന്ത്രം. ആറാമത്തെ ചിത്രം പൊളിറ്റിക്കൽ സട്ടയർ വിഭാഗത്തിൽ തന്നെ വന്നിട്ടുള്ള സിനിമയാണ് 1991 പുറത്തിറങ്ങിയ സന്ദേശം. ഇപ്പോഴും അതിലുള്ള ഡയലോഗുകളൊക്കെ ഹിറ്റാണ്. ട്രോളിലും അല്ലാതെയും ഒക്കെ നമ്മൾ പറയുകയും കേൾക്കുകയും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഡയലോഗുകളാണ്. സിനിമ എന്ന നിലയിൽ ആ സിനിമ നൽകുന്ന സന്ദേശത്തോട് ചില വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഒരു സിനിമ എന്ന നിലയിൽ ഇപ്പോഴും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് സന്ദേശം. ഏഴാമത്തെ സിനിമ ഒരു പ്രൊഡക്റ്റിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരും.
ദാക്ഷായണി ബിസ്ക്കറ്റ്. കിട്ടിയില്ലേ? ചിത്രം 1993 പുറത്തിറങ്ങിയ മിഥുനം. ശ്രീനിവാസന്റെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം. ഉർവശിയുടെ ഗംഭീര പ്രകടനങ്ങളുള്ള സിനിമ. 8ാമത്തെ സിനിമ ശ്രീനിവാസൻ തന്നെ തിരക്കഥ എഴുതി ശ്രീനിവാസൻ തന്നെ സംവിധാനം ചെയ്ത 2ാമത്തെ സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമള. 1998 പുറത്തിറങ്ങിയ ചിത്രം. ആ വർഷത്തെ നാഷണൽ അവാർഡിൽ ബെസ്റ്റ് ഫിലിം ഓൺ അതർ സോഷ്യൽ ഇഷ്യൂസ് എന്ന വിഭാഗത്തിൽ അവാർഡ് നേടിയ ചിത്രമാണ്. സംഗീത, ശ്രീനിവാസൻ, തിലകൻ, ഇന്നസെന്റ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ വിജയൻ എന്ന കപടഭക്തിക്കാരനായ മടിയനായ ഒരു കഥാപാത്രത്തെയാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വിജയന്റെ ഭാര്യയായ ശ്യാമള എന്ന കഥാപാത്രത്തെയാണ് സംഗീത അവതരിപ്പിച്ചത്. ആ വർഷത്തെ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് സംഗീതക്കായിരുന്നു. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും ആ വർഷം ചിന്താവിഷ്ടയായ ശ്യാമള നേടി. നടി കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. ഇതിലേതാണ് മനസ്സിലാവാത്തത്? ഇങ്ങനെയുള്ള ഡയലോഗുകളും ഇപ്പോഴും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പറയുന്ന ഡയലോഗുകളാണ്. 9ാമത്തെ ചിത്രം ബാർബർ ബാലന്റെയും അശോക് രാജ് എന്ന സൂപ്പർ സ്റ്റാറിന്റെയും സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ ചിത്രം കഥ പറയുമ്പോൾ. ശ്രീനിവാസൻ തിരക്കഥ എഴുതി എം മോഹനൻ സംവിധാനം ചെയ്ത് 2007 പുറത്തിറങ്ങിയ ചിത്രം. മികച്ച തിയേറ്റർ വിജയം നേടിയ സിനിമ കൂടിയാണ്. ഇപ്പോഴും അതിലുള്ള ഡയലോഗുകളും സംസാരങ്ങളും മമ്മൂട്ടിയുടെ അവസാനത്തെ ആ ടോക്കും ഒക്കെ ഇപ്പോഴും ഹിറ്റാണ്. 10ാമത്തെ ചിത്രം ഉദയഭാനുവിന് ഒരു കാമുകിയുള്ളൂ, ഒരു ഭാര്യയുള്ളൂ, അത് സിനിമയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചിത്രം ഉദയനാണ് താരം. 2005 പുറത്തിറങ്ങിയ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ തിരക്കഥ എഴുതി മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമ കൂടിയാണ് ഉദയനാണ് താരം. ഒരുപാട് തവണ റീവാച്ച് ചെയ്തൊരു സിനിമയാണ്. എല്ലാവരും മികച്ച രീതിയിൽ പെർഫോം ചെയ്തൊരു സിനിമയാണ്. ബേബിക്കുട്ടനായിട്ട് മുകേഷ്, രാജപ്പനായിട്ട് ശ്രീനിവാസൻ, പച്ചാളം ബാസിയായിട്ട് ജഗതി ശ്രീകുമാർ, ഉദയഭാനുവായിട്ട് മോഹൻലാൽ, മീന, എല്ലാവരും അവരുടെ ക്യാരക്ടർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു സിനിമ കൂടിയാണ് ഉദയനാണ് താരം. സിനിമയ്ക്ക് പിറകെ വർഷങ്ങളായി അലയുന്ന ഉദയഭാനു, അയാൾ എഴുതിയ തിരക്കഥ നഷ്ടപ്പെടുന്നു. പിന്നീട് അയാൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു സിനിമ ചെയ്യാനാവാതെ അയാൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കഥ പറഞ്ഞ ഉദയനാണ് താരം. സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏതു മലയാളിക്കും കണക്ട് ആവുന്നൊരു സിനിമ. ഉദയനാണ് താരമാണ് എൻ്റെ 10ാമത്തെ സിനിമ. ഇങ്ങനെ 10 സിനിമയിൽ ഒതുക്കാനാവുന്നതല്ല ശ്രീനിവാസന്റെ പ്രതിഭ. മികച്ച 10 സിനിമകളെ തിരഞ്ഞെടുത്തപ്പോൾ ചില മികച്ച സിനിമകൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. ഇതിൽ ഉൾപ്പെടാതെ പോയ സിനിമകൾ ഏതൊക്കെയാണെന്നും പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.